ഹായ് ഡിയർ നഴ്സസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് എങ്ങനെ യുകെയിലെ നഴ്സസ് റോളിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് മാസങ്ങളായിട്ട് UK റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നാട്ടിൽ ഒത്തിരി പേരുണ്ട്, OET എക്സ്പയറി ആയിട്ടുള്ളവർ, CBT എക്സ്പയറി ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന മാതിരി UK റിക്രൂട്ട്മെന്റ് ഒന്നും ഇപ്പം നടക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം തന്നെ നടക്കും. സോ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ മാതിരി നമുക്കൊരു നഴ്സ് റോളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 3 രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ UK. സോ അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേട്ടറിവുള്ള കുറച്ച് NHS ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ NHS ഹോസ്പിറ്റൽസിന്റെ നെയിം ലിസ്റ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക്, NHSന്റെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ബ്രൗസ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരുടെ ഹോസ്പിറ്റൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക നഴ്സസ് കറണ്ട് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഇൻ കേസ് കറണ്ട് വേക്കൻസി ഒന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അവരുടെ HR ഇമെയിലിലേക്ക് പോവാം. ഓക്കെ, HR ഇമെയിലിലേക്ക് പോയിട്ട് നിങ്ങൾ HR-ന് ഡയറക്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ HR-ന് ഡയറക്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വയ്ക്കണം, നിങ്ങൾ എന്ത് റോളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നഴ്സ് ആണെങ്കിൽ നിങ്ങൾ നഴ്സിൻ്റെ ആണ് സബ്ജക്റ്റ് വയ്ക്കേണ്ടത്. അതായത് നഴ്സസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് ക്വാളിഫൈഡ് ആയത്, നിങ്ങളുടെ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ OETയുടെ സ്കോർ കാർഡ്, CBT സ്കോർ കാർഡ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അതും കൂടി നിങ്ങൾ അതിനോടൊപ്പം വെക്കുക. ഇൻ കേസ് അത് സക്സസ് ആവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഹോപ്പ് തന്നെയാണ് അല്ലേ. അവർ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതാണ് നമുക്ക് ഒരു ഹോപ്പ് വയ്ക്കാവുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റെഫറൽ ത്രൂ ആണ്. റെഫറൽ ത്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അറിവിൽ ആരെങ്കിലും NHS ഹോസ്പിറ്റലിൽ HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CV സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് HR-ൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് അതിലും സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏജൻസി ത്രൂ ആണ്. ഇപ്പോൾ കറന്റ് നമുക്കറിയാം ഒത്തിരി ഏജൻസീസ് ഒന്നും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടിയും UK ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള 5 ഏജൻസീസ് ഉണ്ട്. അതുവഴി നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ 5 ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് NHS പ്രൊഫഷണൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തേത് നമുക്കറിയാം ഗ്ലോബൽ നഴ്സസ് ഫോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. മൂന്നാമത്തേത് അഡ്വെന്റ ഹെൽത്ത് കെയർ ലിമിറ്റഡ്. നാലാമത്തേതെന്ന് പറയുന്നത് ലീഡേഴ്സ് ഇൻ കെയർ റിക്രൂട്ട്മെന്റ്. അഞ്ചാമത്തേത് കെയർ പ്രോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ഏജൻസീസിനെ നിങ്ങളൊന്ന് ജസ്റ്റ് എപ്പോഴൊരു കീപ്പ് ഇൻ ടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു UK അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് വരുവാണെങ്കിൽ നിങ്ങൾക്കതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ 3 രീതികളിൽ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഹോപ്പ് വയ്ക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ അതൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം തന്നെ സക്സസ് ആവും. സോ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. സോ ഒത്തിരി നഴ്സസ് ഉണ്ട് UK ഡ്രീം ആയിട്ടിരിക്കുന്നവർക്ക്, അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.